ശ്രീലളിതാ സഹസ്രനാമ പഠനം ഭാഗം 60. അമ്മേ നാരായണ. ദേവിയുടെ 821 നാമം ബ്രഹ്മാണി. ബ്രഹ്മത്തെ വരിച്ചവൾ എന്ന അർത്ഥം. ബ്രഹ്മമായത് സദാശിവനാണെങ്കിൽ സദാശിവ പത്നിയായ ദേവി. പരമാത്മാവും ആദിപരാശക്തിയും ഒരേ ശക്തിയുടെ സ്ത്രീ പുരുഷഭാവങ്ങളാണ് എന്ന സങ്കല്പത്തിൽ ആ ബ്രഹ്മത്തിൻ്റെ പത്നിയായവൾ, ബ്രഹ്മത്തിൻ്റെ സ്ത്രീ രൂപമായവളെയാണ് ബ്രഹ്മാണി എന്ന് വിളിക്കുന്നത്. ഇനി ബ്രഹ്മാണി, ആണി, ഒരു ചക്രത്തിൻ്റെ ആണി, ആ ചക്രം തിരിയുന്നതിന് സഹായിക്കുന്നത് പോലെ ആ ബ്രഹ്മത്തെ നയിക്കുന്ന ദേവി ലളിതാംബിക എന്ന അർത്ഥത്തിലും ദേവിയെ ബ്രഹ്മാണി എന്ന് വിളിക്കുന്നു. 822 ബ്രഹ്മാണി. ബ്രഹ്മത്തെ നയിക്കുന്ന ദേവി ബ്രഹ്മസ്വരൂപിണി തന്നെയാകുന്നു. ബ്രഹ്മം എന്തൊക്കെയാണെന്ന് പറഞ്ഞു? സത്യമാണ്, ജ്ഞാനമാണ്, അനന്തമാണ്, ആനന്ദമാണ് ബ്രഹ്മം. ഇപ്രകാരം സത്യമായും ജ്ഞാനമായും അനന്തമായ ആനന്ദമായും നിലനിൽക്കുന്ന ദേവി ലളിതാംബിക. ബ്രഹ്മമായിരിക്കുമ്പോൾ ദേവിയുടെ ഗുണങ്ങളാണ്: ദേവി നിർവിശേഷയാകുന്നു, നിർഗുണയാകുന്നു, നിർവികാരയാകുന്നു, ശുദ്ധ സച്ചിദാനന്ദമാകുന്നു. ദേവി ഭജനത്തിലൂടെ ഈ ഗുണങ്ങളെല്ലാം ഭക്തനും സിദ്ധിക്കുന്നു. 823 നാമം ജനനി. ദേവിയെ ശ്രീമാത എന്ന് വിളിച്ചുകൊണ്ടാണ് ലളിതാ സഹസ്രനാമം ആരംഭിക്കുന്നത് തന്നെ. പ്രപഞ്ചത്തിലെ സകലതിൻ്റെയും അമ്മയായ ദേവിയെ ജനനി എന്ന് വിളിക്കുന്നു. ദേവി സൃഷ്ടികർത്തി കൂടിയാണ് എന്ന് നാം തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവായ ജനനിയായ ദേവി. 824 ബഹുരൂപ. പല രൂപങ്ങളിൽ വിശ്വതോമുഖി എന്ന് നാം വിളിച്ചു. പ്രപഞ്ചത്തിൽ നാം കാണുന്നതിനെല്ലാം ദേവിയുടെ മുഖമാണ്, ദേവിയുടെ സ്വരൂപത്തിലാണ് ഇവിടെ ഓരോ സൃഷ്ടിയും നടത്തിയിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ദേവിയെ ബഹുരൂപ എന്ന് വിളിക്കുന്നത്. നാദമായും രൂപമായും നിലനിൽക്കുന്ന പലതായി കാണപ്പെടുന്ന ദേവി. ഇനി പല രൂപത്തിൽ ആരാധിക്കപ്പെടുന്ന ദേവി തന്നെയാണ് ദുർഗയായും കാളിയായും ചണ്ഡികയായും ചാമുണ്ടിയായും ഭുവനേശ്വരിയായും ഒക്കെ നിലനിൽക്കുന്നത്. പല രൂപങ്ങളിൽ ആരാധിക്കപ്പെടുന്ന ദേവി ലളിതാംബിക. 825 നാമം ബുധാർച്ചിത. ആത്മജ്ഞാനികളെയാണ് ബുധന്മാർ. ജ്ഞാനി എന്ന അർത്ഥത്തിലാണ് ബുധൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ആത്മജ്ഞാനികളാൽ ആരാധിക്കപ്പെടുന്ന പൂജിക്കപ്പെടുന്ന ദേവി ലളിതാംബിക. ഇനി മറ്റൊരർത്ഥം പറഞ്ഞാൽ ഷോഡശിയായ ശ്രീ ലളിതാ ത്രിപുര സുന്ദരി. ബുധൻ എന്ന ഗ്രഹത്തിൻ്റെ അധീശ്വരിയാണ്. ബുധഗ്രഹത്താൽ ഉണ്ടാകുന്ന പീഡകൾക്കെല്ലാം ദേവിയെ ആരാധിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. അപ്രകാരം ബുധനാൽ അർച്ചിക്കപ്പെടുന്ന ദേവി ലളിതാംബിക. 826 നാമം പ്രസവിത്രി. ദേവി ജനനിയാണ്, ശ്രീമാതയാണ്, സൃഷ്ടികർത്തിയാണ്. ദേവി പ്രസവിത്രി കൂടിയാണ്. പ്രപഞ്ചത്തിലെ സകലതിനെയും പ്രസവിക്കുന്നത് ദേവിയാണ്. ദേവിയുടെ ക്രിയാശക്തിയും ശിവൻ്റെ ജ്ഞാനശക്തിയും സദാശിവൻ്റെ ജ്ഞാനശക്തിയും ചേർന്നാണ് ഇവിടെ സൃഷ്ടി സംഭവിക്കുന്നത് എന്ന സങ്കല്പത്തിൽ നിന്നാണ് ദേവിക്ക് ഈ നാമം കിട്ടുന്നത്. 827 നാമം പ്രചണ്ഡ. പ്രചണ്ഡ രൂപത്തിൽ പ്രചണ്ഡാകൃതിയിൽ കോപാകുലയാകുന്ന ദേവി ലളിതാംബിക. ഈ പ്രകൃതിയുടെ താളം തെറ്റിക്കുന്ന എന്തൊരു വികാസമുണ്ടായാലും അതിനെതിരെ ആഞ്ഞടിക്കുന്ന ശക്തിയാകുന്ന ദേവി ലളിതാംബിക. പലപ്പോഴും മാനവരാശിയാണ് പ്രകൃതിയുടെ താളം തെറ്റിക്കുന്നതിൽ മുൻപിൽ നിൽക്കുന്നത്. അപ്പോഴാണ് പ്രകൃതിക്ഷോഭങ്ങളായിട്ടത് നമുക്ക് തന്നെ തിരിച്ചടിയാവുന്നത്. 828 നാമം ആജ്ഞ. ദേവിയുടെ ആജ്ഞകൾക്കനുസരിച്ചാണ് പ്രപഞ്ചത്തിലെ ഓരോ കാര്യവും നടക്കുന്നത്. സൃഷ്ടി സ്ഥിതി സംഹാരത്തിൻ്റെ എല്ലാം അധീശ്വരിയായ ദേവി ഈ ഭുവനത്തിനെ അപ്പാടെ ഒരു ബാലൻസിൽ, ഒരു സന്തുലിതാവസ്ഥയിൽ നിർത്തുന്നത് ദേവിയുടെ ആജ്ഞകളാകുന്നു എന്ന സങ്കല്പം.
829 നാമം പ്രതിഷ്ഠ. എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായ ഫൗണ്ടേഷനായിട്ട് നിൽക്കുന്ന ദേവി ലളിതാംബിക. ഈ സകലത്തിൻ്റെയും അടിസ്ഥാനം ധർമ്മമാണ് എന്നാണ് ഭാരതീയ തത്വചിന്തയിലെ സങ്കല്പം. ദേവി സത്യം, ജ്ഞാനം, ആനന്ദമാകും. അങ്ങനെ സത്യസ്വരൂപിണിയായ ദേവി ധർമ്മത്തിൻ്റെ അടിസ്ഥാനമായി ഇവിടെ നിലനിൽക്കുന്നു. 830 നാമം പ്രകടാകൃതി. ദേവി സൂക്ഷ്മരൂപിയും സ്ഥൂലരൂപിയുമാണ്. ജ്ഞാനികളല്ലാത്തവർക്ക് ദേവി ഭക്തനായിരിക്കാം, എന്നാൽ അത്രത്തോളം ആത്മജ്ഞാനമില്ലാത്തവർക്ക് മുന്നിൽ സ്ഥൂല രൂപത്തിൽ അവതരിക്കുന്ന മൂർത്തരൂപമായി നമുക്ക് മുന്നിൽ വെളിവാകുന്ന പ്രകടമായ ആകൃതിയോടുകൂടിയ ദേവി ലളിതാംബിക. ആ ദേവിയാണ് പ്രകടാകൃതി എന്ന് വിളിക്കുന്നത്. നാം നോക്കിയത് 821 മുതൽ 830 വരെയുള്ള നാമങ്ങളാണ്. ബ്രഹ്മാണി, ബ്രഹ്മജനനി, ബഹുരൂപ ബുധാർച്ചിത, പ്രസവിത്രി, പ്രചണ്ഡാജ്ഞ, പ്രതിഷ്ഠ, പ്രകടാകൃതി. ദേവിയുടെ നാമങ്ങൾ 60 ഭാഗങ്ങളിലായി 830 നാമങ്ങൾ പഠിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് തന്നത് ദേവിയാണ്. ഇനി തുടർന്ന് അങ്ങോട്ടും ദേവി അതിനുള്ള ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.